ഹലോ, ആടാ ബേജാറാവണ്ടെന്ന്. എന്താ ഇപ്പം ഉമ്മാൻ്റെ അവസ്ഥ? ഓക്കെ ഓക്കെ. ഹലോ, അവിടെ എന്തായി? ഞാൻ പറഞ്ഞ എന്താടാ? ഒരു 10,000 ഇല്ല എടുക്കാൻ? എടാ വണ്ടി സമയത്ത് ആർക്കും വേണ്ട, കൊടുത്തിട്ടാ പൈസ കിട്ടണില്ല. അർജന്റാടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു 10,000 റുപ്യടാ ഇല്ലേ? ഹലോ, ആടാ എന്താടാ? അന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്തില്ലാന്ന്. വേറെന്തേലും വഴി നോക്ക്. അങ്ങനെ പറയല്ലടാ. The subscriber is currently switched. ബോസേ, ബോസ്, എന്താ പ്രശ്നം? ഒന്നുമില്ല, നിങ്ങൾ പറയടോ. അതൊന്നുമില്ല മാഷേ. വരി വരി ഇരിക്കേ. എന്താ പ്രശ്നം? നിങ്ങൾ കുറേ നേരമല്ല ആണ്ടും കൊണ്ടും ഫോൺ ചെയ്യണത്. എന്ത് പറ്റി? നിങ്ങളെ പ്രശ്നത്തിന് ചിലപ്പോൾ എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് തുറന്നു പറയാലോ. എന്താ നിങ്ങളെ പ്രശ്നം? അതെ, എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 25,000 റുപ്യ വേണം. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചത്, പെട്ടെന്ന് ഏതാണെന്നാണ് തോന്നുന്നത്. അവരാരും ഇല്ലയെന്നാണ് പറയണത്. എൻ്റെ വണ്ടി ഉണ്ട്, ആ വണ്ടി വിൽക്കാൻ നോക്കുമ്പോഴോ അതാർക്കും വേണ്ടേ. ഉമ്മാക്ക് എന്ത് പറ്റിയതാ ബോസേ? ഉമ്മാക്ക് അർജൻറ്റായിട്ടൊരു ഓപ്പറേഷൻ വേണം. ഞാൻ രാവിലെ മുതൽ പൈസ ഒക്കെ ഓടാൻ തുടങ്ങിയതാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഉമ്മ. വണ്ടിക്ക് നിങ്ങൾക്ക് എത്ര കിട്ടണം? വണ്ടിക്ക് എനിക്ക് ഒരു 30,000 റുപ്യ പറഞ്ഞതാണ്. ഒരു 25,000 എനിക്ക് കിട്ടണം. വണ്ടിക്ക് 25,000 കിട്ടിയ നിങ്ങളെ പ്രശ്നം തീരുമോ? 25,000 കിട്ടിയാൽ എൻ്റെ പ്രശ്നം തീരും. എന്നാൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 റുപ്യ തരാം. നിങ്ങളിത് ഹോസ്പിറ്റലിൽ കെട്ടിയിട്ട് ഇങ്ങോട്ട് വരും. ഒരു അരമണിക്കൂറുണ്ട്. ബാക്കി ഞാൻ പൈസ റെഡിയാക്കാം കേട്ടാ. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇവിടെ ഉണ്ടാവും. ഒരു അരമണിക്കൂർ നിങ്ങളെ വെയിറ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ പോയിട്ട് കെട്ടിയിട്ട് വരും കേട്ടാ. അപ്പോൾ വണ്ടി എന്നാൽ മതി, ഞാൻ പൈസ റെഡിയാക്കി വെക്കാം. ഓക്കെ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂലാത്ത. ഞാൻ ഹോസ്പിറ്റലിൽ പോയി പൈസ കെട്ടിയിട്ട് വരാട്ടാ. അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ വരും. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ ഞാൻ പോയിട്ട് വരും കേട്ടാ. ഞാൻ ഇവിടെ ഉണ്ടാവും. ഇയാളിത് എവിടെ പോയി എടുക്കുക? അരമണിക്കൂർ കഴിഞ്ഞല്ലോ, ആളെ കാണുന്നില്ല. എവിടെ പോയി ആള്? 2 മണിക്കൂർ കഴിഞ്ഞ്. പൈസ പോയല്ല. എന്താ റഷ്യ, ഞാൻ പോകുമ്പോണ്ടല്ലോ അവിടെ ഇരിക്കുന്നത്. പൈസന്റെ അത്യാവശ്യം പറഞ്ഞിട്ട് വണ്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞ ഒരാൾ വന്നത്. ഞാനാണെങ്കിലോ 10,000 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ട് ആ വണ്ടി വാങ്ങി. ആ വണ്ടി ഏറ്റവും പോയതാണ്. ആ 10,000 ആയിട്ട് ഇതുവരെ ആൾ എത്തിയില്ല. എന്ത് പണിയെൻ്റെ റഷീദ കാട്ടിയത്? ആ 10,000 പോയില്ലേ? എത്ര കള്ളന്മാർ നമ്മളെ നാട്ടിലുണ്ട് ഇങ്ങനെ. ആ പൈസ പോയില്ലാണ്ട് കൂട്ടിക്കാളാ. പൈസ പോയല്ല റബ്ബേ. എടാ സർഫോ, ഞാനൊരു പെടല് പെട്ടടാ. ഒരാള് വന്നിട്ടേ വണ്ടി വിൽക്കാണ്ടെന്ന് പറഞ്ഞിട്ട് 25,000 റുപ്യക്ക് വണ്ടി കച്ചവടാക്കി. 10,000 റുപ്യ ഞാൻ അഡ്വാൻസും കൊടുത്ത്. പക്ഷെ ആ വണ്ടി ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഓൻ പോയതാണ്. 10,000 റുപ്യം പോയി. ഇതുവരെയും കാണുന്നില്ല. ഓന്റെ നമ്പറും വാങ്ങിച്ചില്ല. ഇങ്ങനെ ഒരു പൊട്ടനല്ല, അത് മറന്നാളെ. അത് ഇനി കിട്ടൂല. പൈസ പോയണ്ട റബ്ബേ. ഇതല്ലാതെ ആരാത്ത ആൾക്കാർക്ക് ആ പൈസ കൊടുക്കോ? ആ പൈസ പോയില്ലപ്പോ. കാക്കാ, എന്ത് മനുഷ്യനെ കയ്യേ? എത്ര നേരമായി ഞാൻ എന്നെ കാത്തിക്കണ്? 2-3 മണിക്കൂറായില്ലേ പോയിട്ട്? ഞാൻ എന്ത് വിശ്വാസത്തിന്റെ മേലില എനിക്ക് 10,000 റുപ്യ തന്നത്? നിങ്ങളെ സാധാപം കണ്ടിട്ടാണ് ഞാൻ ആ 10,000 റുപ്യ തന്നത്. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? കാക്ക, നിങ്ങളെ പൈസ. എനിക്ക് ഈ പൈസ വേണ്ട. എൻ്റെ ഉമ്മ പോയി. നിങ്ങളുള്ള വിശ്വാസം തെറ്റിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് ആംബുലൻസിൽ
എൻ്റെ ഉമ്മാനെ ആസ്പത്രിൻ്റെ പഠിക്കലാക്കിയിട്ട് ഞാൻ പോകുന്നത്. നന്ദിയുണ്ട്.